ചെറിയൊരു ടെൻഷനും. എന്താണെന്നല്ലേ, നടുക്കടലിലോട്ടാണ് നമ്മൾ ഡോൾഫിനെ കാണാൻ പോകുന്നത്. എന്നാൽ ഡോൾഫിനെ കാണാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്കൊരു ഐഡിയയും ഇല്ല. 50-50. അങ്ങനെ കാത്തിരുന്ന നമ്മുടെ ബോട്ടുകാരൻ എത്തി. ഇപ്പോ നീന്തൽ പഠിച്ചുകൊണ്ട് തന്നെ പണ്ടത്തെ അത്രയും വെള്ളത്തിനോട് പേടിയില്ല. എന്നാലും പുറംകടലിൽ പോയി നേരെ എടുത്ത് ചാടിക്കൊള്ളാൻ പറഞ്ഞ ഒരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ അങ്ങ് ദൂരെ നമ്മൾ ഡോൾഫിനെ സ്പോട്ട് ചെയ്ത് തുടങ്ങി. അതായിരുന്നു മോനെ മൊമെന്റ്. ദാ ഈ കാണുന്ന വടി പിടിച്ചാണ് നമ്മൾ നീന്തേണ്ടത്. നമ്മുടെ ബോട്ടുകാരൻ സ്നോർക്കലിങ്ങിനുള്ള സാധനമൊക്കെ എടുത്ത് കൈ തന്നു. ആദ്യം ആദിലാണ് എടുത്ത് ചാടിയത്. ഈ ഡോൾഫിൻ ആണെങ്കിൽ മുടിഞ്ഞ സ്പീഡാ. എവിടെയെങ്കിലും ചാടുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ താഴെ കൂടെ ഭയങ്കര സ്പീഡിലായിരിക്കും നീന്തുന്നത്. ഈ വടിയിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നോണ്ട് തന്നെ ഒരുപാട് സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ കൈ വളരെ വേദനിക്കും. എന്നാലും ഡോൾഫിനെ കാണുമ്പോൾ അതെല്ലാം മറക്കും. മുകളിൽ ഒരു 5 എണ്ണത്തിനെ 6 എണ്ണത്തിനെ കാണുന്നെങ്കിൽ താഴെ ഒരു 19 എണ്ണമെങ്കിലും ഉണ്ടാവും. എന്തായാലും ഡോൾഫിനെ കണ്ട് ഞാൻ കേറി വന്നപ്പോ എനിക്ക് കിട്ടിയ ഫീൽ ഉണ്ടല്ലോ, ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കടലിലെ മീനുകളുടെ ഒപ്പം നീന്താന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ലല്ലോ.